ചരിത്രപ്രസിദ്ധമായ മല്ലപ്പള്ളി തിരുമാലയുടെ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് 26-ന് തുടക്കമാകും. മാർച്ച് 8-ന് ശിവരാത്രിയോടെ തിരുവുത്സവം സമാപിക്കും. ചരിത്രപ്രസിദ്ധമായ മല്ലപ്പള്ളി തിരുമാലയുടെ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിനായി ക്ഷേത്രവും പരിസരവും അണിഞ്ഞൊരുങ്ങി. ഫെബ്രുവരി 26-ന് തുടങ്ങി മാർച്ച് 6-ന് ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുകയും മാർച്ച് 7-8 തീയതികളിൽ ശിവരാത്രി ഉത്സവം നടക്കുകയും ചെയ്യും. മണിമലയാറിന്റെ തീരത്ത് പശ്ചിമദിക്കിന് അഭിമുഖമായി സ്വയംഭൂമൂർത്തിയായി വാണരുളുന്ന സർവാഭീഷ്ടപ്രദായകനായ ശ്രീ മഹാദേവനെ നമിക്കുന്നതിനും വ്രതശുദ്ധിയോടെ ഭക്തിസാന്ദ്രമായ കാവടിയാട്ടം ദർശിക്കുന്നതിനും പതിനായിരങ്ങളാണ് മല്ലപ്പള്ളിയിലേക്ക് ഒഴുകിയെത്തുന്നതെന്ന് ക്ഷേത്രം ജനറൽ സെക്രട്ടറി CS പിള്ള പറഞ്ഞു. മല്ലപ്പള്ളി ശ്രീ തിരുമാലയുടെ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം 26-ാം തീയതി തിങ്കളാഴ്ച കൊടിയേറി മാർച്ച് 8-ാം തീയതി അവസാനിക്കും. മുൻ വർഷത്തെ പോലെ വിവിധ കലാപരിപാടികളും പ്രത്യേകമായി ഈ വർഷം സുപ്രസിദ്ധ സംഗീത സംവിധായകൻ ശരത് അദ്ദേഹത്തിൻ്റെ കച്ചേരി ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ കഴിഞ്ഞ വർഷത്തിലും ഭംഗിയായി വളരെയധികം അലങ്കാരികമായ പരിപാടികളും ഒക്കെ ഈ വർഷം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആറാട്ടിനോടനുബന്ധിച്ചും മറ്റ് ക്ഷേത്രങ്ങൾ പുഷ്പാലങ്കാരം ചെയ്യുന്നതിലാണെങ്കിലും എല്ലാം വൃത്തിയായി മറ്റ് കഴിഞ്ഞ വർഷം നടത്തിയതിലും വളരെയധികം കാര്യങ്ങൾ ഈ ആണ്ടിൽ കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്. നാട്ടുകാരുടെ എല്ലാം സഹകരണം ഈ ഉത്സവത്തിനുണ്ടായിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഉത്സവത്തിന്റെ നടത്തിപ്പിനായി S. മനോജ് ശ്രീനികേതൻ ചെയർമാനും സുഭാഷ് ബാബു RS കൺവീനറുമായി നിരവധി കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു. ഉത്സവത്തിന്റെ ഒരുക്കത്തിന്റെ ഭാഗമായി പ്രധാന റോഡ് മുതൽ ക്ഷേത്രം വരെ അലങ്കരിച്ചു കഴിഞ്ഞു. വർണ്ണഗോപുരത്തിന്റെ പണികളും തോരണങ്ങളാലും ക്ഷേത്ര പരിസരങ്ങൾ ഉത്സവ അന്തരീക്ഷത്തിലായി. ലൈറ്റ് അറേഞ്ച്മെന്റുകളും പൂർത്തിയായി വരികയാണ്. 26-ന് വൈകിട്ട് 6-നും 6:30-നും ഇടയിൽ ക്ഷേത്രം തന്ത്രിയുടെയും മേൽശാന്തിയുടെയും നേതൃത്വത്തിൽ തൃക്കൊടിയേറ്റ് നടക്കുന്നതോടെ തിരുമാൽദേശന്റെ തിരുവുത്സവത്തിന് തുടക്കമാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ താളനാഥ കലാപരിപാടികളുടെ ഊഷ്മളതയിൽ മല്ലപ്പള്ളി ഉണരും. 26-ന് വൈകിട്ട് 7:30-ന് ചലച്ചിത്രതാരം ക്രിസ്റ്റി ബിന്നറ്റ് കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ദിവസങ്ങളിൽ കഥകളി, കൊടിമരച്ചുവട്ടിൽ പറവഴിപാട്, നൃത്തനൃത്യങ്ങൾ, നാമഘോഷലഹരി, ഉത്സവബലി ദർശനം, ചാക്യാർകൂത്ത്, കഥാപ്രസംഗം, നവകം, ശ്രീഭൂതബലി, പാടകം, ഭക്തിഗാനമേള, ഭജന, ഉച്ചശ്രീവേലി, കൈകൊട്ടിക്കളി, തിരുവാതിര, ശിങ്കാരിമേളം, നാടകം, ഗാനമേള, പള്ളിവേട്ട എഴുന്നള്ളിപ്പ്, തിരുവാറാട്ട്, ആറാട്ട് ബലി, ആറാട്ട് സദ്യ, ആറാട്ടുകടവിൽ ദീപാരാധന, ആറാട്ടുകടവിൽ ദീപക്കാഴ്ച, ആറാട്ട് വരവ്, മയൂരനൃത്തം, മല്ലപ്പള്ളി ടൗണിൽ ദേശവിളക്കായി കൊണ്ടാടുന്ന ദീപക്കാഴ്ച, കാവടി ഹിഡമൻ പൂജ, കാവടി വിളക്ക്, കാവടി എതിരേൽപ്പ്, കാവടി അഭിഷേകം, വേലകളി എതിരേൽപ്പ്, കാഴ്ചശ്രീവേലി, തിരുമുൻപിൽ വേല, പുഷ്പാഭിഷേകം. മാർച്ച് 8-ന് രാത്രി 9:30-ന് ചലച്ചിത്ര സംഗീത സംവിധായകൻ ശരത് നയിക്കുന്ന സംഗീത സദസ്, ശിവരാത്രി പൂജ, ദീപക്കാഴ്ച, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ നടക്കും.